ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, നാളെ അവിടെ ഉണ്ടാവും എന്ന് അറിയാൻ പറ്റില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സഹായകരാണ് മനുഷ്യർ. അതിനൊക്കെയുള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തു എന്ന് പറയാം. ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളില്ല. കാരണം ഇപ്പൊ നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനിപ്പോ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്നത് യാതൊരു ഗ്യാരണ്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ നമ്മള്. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വിധിയറിയാതെ വിളഞ്ഞു നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലിമൃഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സിനിമാ നടൻ അന്തരിച്ച ശ്രീ നവാസ്, അല്ലാഹു തആല അദ്ദേഹത്തിലേക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ആലപിച്ച ഈ വരികളിലുണ്ട്. നമ്മളെല്ലാവരും എത്ര സ്ഥാനങ്ങൾ ഉള്ള ആൾക്കാരായാലും, എത്ര വലിയ സമ്പത്തുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും, നമ്മൾ നാളെ എവിടെ എന്ത് എങ്ങനെ എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. സത്യത്തിൽ ചില മരണങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് അല്ലേ. പലരും മരിച്ചു പോകുമ്പോൾ നമ്മൾ വല്ലാതെ ചിന്തിക്കാറില്ല. എന്നാൽ ചില ആളുകൾ പെട്ടെന്നങ്ങ് മരിച്ചു പോകുമ്പോൾ നമ്മൾ വല്ലാതെ ദുഃഖിക്കും, നമ്മൾ വല്ലാതെ ചിന്തിക്കും. തീർച്ചയായിട്ടും ശ്രീ നവാസിൻ്റെ മരണം മലയാളിക്ക് അങ്ങനെ വല്ലാത്ത ഒരു വിഷാദവും വല്ലാത്ത വേദനയും ഉണ്ടാക്കിയതാണ് എന്നുള്ളതിൽ സംശയമൊന്നും ഇല്ല. അതാണ് പറയുന്നത്, ചില ആളുകളുടെ മരണങ്ങൾ നമുക്ക് വലിയ സന്ദേശമാണ്. ഇത്തരം മരണങ്ങൾ ഒരു സാധാരണ മനുഷ്യനോട് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയോ? അഹങ്കരിക്കരുത്. നമുക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഒരു മിനിമം ഒരു സാധാരണ നല്ല മനുഷ്യനായിട്ടെങ്കിലും ജീവിക്കാൻ നമ്മളെല്ലാവരും മനസ്സ് കാണിക്കണം എന്നുള്ളതാണ് ഇത്തരം മരണങ്ങൾ നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന പാഠം.